കുടുംബ കാഴ്ചകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നീ എന്നതാടി ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ലെന്ന് ഓർത്തോണം. എന്റെ മോളെ എനിക്കറിയാം. നീ ഇല്ലാത്തതും പറഞ്ഞ് ഇനി ഇങ്ങോട്ട് കയറി വന്നാലുണ്ടല്ലോ, എന്റെ സ്വഭാവം നിനക്കറിയത്തില്ല. മേലെ ഇങ്ങോട്ട് കയറി വന്നേക്കരുത്. ഇറങ്ങി പോടി അവിടുന്ന്. 25 വർഷത്തെ സൗഹൃദമാ നീ ഒറ്റ വാക്കിൽ കളഞ്ഞത്. നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, ഓർത്തോ. പോടി. എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നവുമില്ല. ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. എവിടെ പോയി അത്? ഓ ജിൻസി, എടി ജിൻസി. ഓ, കൊച്ചമ്മയ്ക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ആണല്ലോ. ഇനി എപ്പോഴാണോ എഴുന്നള്ളുന്നത്? എടി എന്താ പ്രശ്നം? ഒന്ന് പോകുന്നുണ്ടോ? എടി എന്താണ് ഈ പ്രശ്നമെന്ന് പറ. എത്ര കഷ്ടപ്പെട്ട അച്ചായ നമ്മൾ അവളെ വളർത്തിയത്. സ്നേഹം പങ്കുവെച്ച് പോകാതിരിക്കാൻ വേണ്ടിയല്ലേ വേറൊരാളെ നമ്മൾ വേണ്ടാന്ന് വെച്ചത്. എന്നിട്ട് അവൾ നമ്മളെ അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. നാട്ടുകാർ ചുമ്മാ പറയുന്നതായിരിക്കും. നമ്മുടെ കുഞ്ഞിന്റെ ഭാവി എനിക്കറിയാൻ മേല. നീ കാര്യം പറയടി. അവള് മുനീറുന്ന ഒരുത്തനുമായിട്ട് പ്രേമത്തിലാണെന്ന്. അമ്മേ, അവള് വന്നു. നോക്ക്, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട കേട്ടോ. നമുക്കെല്ലാം സാവകാശം ചോദിക്കാം. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ. നിന്നെ അമ്മേ കഴിക്കാൻ. ആരടി മുനീർ? ആരാന്ന്? അച്ഛൻ ദേഷ്യപ്പെടരുത്. നാളെ രാവിലെ വരെ എനിക്ക് സമയം തരണം. ഞാനെല്ലാം പറയാം. ജിൻസി, എടി ജിൻസി, നീ ഇതെവിടെയാ? ജിൻസി, എന്താടി ഒച്ച വെക്കുന്നേ? അവളെ കാണുന്നില്ല അച്ചായ. കാണുന്നില്ലെന്നോ? അവളുടെ റൂമിൽ നിന്നൊരു കത്ത് കിട്ടി. അവള് പോയ അച്ചായ. കടന്നുപോയ ദിവസം ഒരിടവകയോട് ബന്ധപ്പെട്ട സമ്മേളനത്തിൽ മാതാപിതാക്കൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ പോയി. ഏതാണ്ട് 100-300 പേര് അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവമാണ് ആ മാതാപിതാക്കളെല്ലാം എൻ്റെ ക്ലാസ് കേട്ടിരുന്നത്. 1.5 മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നു ക്ലാസ്സിന്. ആ ക്ലാസ്സിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ എന്നെ വന്ന് കണ്ടു. വളരെ സൗമ്യമായി അവരെന്നോട് സംസാരിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഇത്തിരി സംസാരിക്കാനുണ്ട്, സമയമുണ്ടോ? ഞാൻ പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ടാവാം. പെട്ടെന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം അവരെ കേൾക്കാൻ വേണ്ടി അടുത്ത മുറിയിലേക്ക് ചെന്നു. ഭാര്യയും ഭർത്താവും ഇരുന്നു.
സംസാരിച്ചു തുടങ്ങി. ഈ ഭാര്യയാണ് ഏറെ സംസാരിച്ചത്. അവർക്ക് സംസാരിക്കാനുള്ള കാര്യം മുഴുവൻ മകളുടെ വിവാഹത്തോട് ബന്ധപ്പെട്ടാണ്. അവൾ എൻജിനീയറിംഗ് പഠനം കഴിഞ്ഞു, ഇപ്പോൾ വിപ്രോയിൽ ജോലി ചെയ്യുന്നു. ഈ അപ്പനും അമ്മയും ഇവർക്ക് വേണ്ടി കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവൾ തൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുകയും ഉറപ്പിക്കുകയും ചെയ്തു. പക്ഷേ പ്രശ്നം, ആ യുവാവ് അക്രൈസ്തവനാണ്. ഇതിനോട് ബന്ധപ്പെട്ട് ഈ കുടുംബനാഥ എന്നോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. അത് ഈ പെൺകുട്ടി ഈ അമ്മയോട് ചോദിച്ചതാ. ഇഷ്ടപ്പെടുന്ന ആളെ വേണ്ട കല്യാണം കഴിക്കാൻ. രണ്ടാമത്തെ ചോദ്യം, ഒരാൾക്കുണ്ടാകുന്ന തോന്നൽ, അത് കല്യാണത്തോട് ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ജീവിതത്തോട് ബന്ധപ്പെട്ടാകാം, ദൈവത്തിൻ്റെ ആഗ്രഹമാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു, അക്രൈസ്തവരും ദൈവമക്കളല്ലേ? ഞാൻ ഇത്തിരി സമയമെടുത്ത് തന്നെ അവരോട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. വളരെ സംതൃപ്തമായിട്ടാണ് അവർ തിരിച്ചു പോയത്. അടുത്ത ദിവസം മകളുമായി എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞാണ് അവർ പോയത്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരോട് ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണ്. ഒന്നല്ല, 3 ചോദ്യങ്ങൾ. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ വിവാഹം കഴിക്കേണ്ടത്? നിങ്ങളും എന്നോട് തിരിച്ച് ചോദിക്കുന്നു, ശരിയല്ലേ അച്ചോ, ഇഷ്ടപ്പെടുന്ന ആളെയല്ലേ യുവാവ് യുവതി വിവാഹം കഴിക്കേണ്ടത്? ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ? നിങ്ങളിൽ എത്രയോ പേരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കുമൊക്കെ പലരോടും ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അവരെ എല്ലാം കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം തോന്നുക എന്നത് കല്യാണം കഴിക്കാനുള്ള ഒരു വ്യവസ്ഥയല്ല. ഞാൻ ഉദാഹരണം പറയാം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരിൽ ഒരാൾ വിവാഹം കഴിഞ്ഞ ആളാണെന്ന് വിചാരിക്കുക. നല്ല ഭാര്യ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയപ്പോൾ അദ്ദേഹം തൻ്റെ ഭാര്യയേക്കാൾ സുന്ദരിയായ കാര്യശേഷിയുള്ള വേറൊരു സ്ത്രീയെ കണ്ടെന്ന് വിചാരിക്കുക. ആ പെൺകുട്ടിയെ ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടത് കുഴപ്പമാണോ? ഇഷ്ടപ്പെട്ടത് കുഴപ്പമല്ല. അപ്പോൾ കല്യാണം കഴിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഉത്തരം വ്യക്തമായല്ലോ. ഇഷ്ടപ്പെടുന്ന എല്ലാവരും കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ ശേഷം ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്. അത് കുഴപ്പമില്ല. തീർച്ചയായും സൗഹൃദ ബന്ധങ്ങൾക്ക് അത് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ആ ഇഷ്ടം വിവാഹത്തിൽ എത്തിച്ചു നിർത്തണമെന്നില്ല. ഇവിടെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പോൾ വിവാഹത്തിൽ ഇഷ്ടം വേണ്ടേ? തീർച്ചയായിട്ടും വിവാഹത്തിൽ ഇഷ്ടം വേണം. പക്ഷേ അത് വെറും മാനുഷികമാണ്. ഇഷ്ടമെന്ന് പറയുന്നത് മാനുഷികമായ ഒന്നാണ്. പക്ഷേ ഈ ഇഷ്ടത്തിൽ നിന്ന് വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ വിവാഹിതർക്ക് സ്നേഹത്തിലേക്ക് പോകാൻ പറ്റണം. ഇഷ്ടം മാനുഷികമാണെങ്കിൽ സ്നേഹമെന്ന് പറയുന്നത് ദൈവികം തന്നെയാണ്. ഇഷ്ടം തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു വ്യക്തിയെക്കുറിച്ച്, ഒരു വസ്തുവിനെക്കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്. എൻ്റെ മനസ്സിലുള്ള ആ പ്രതീക്ഷകൾക്കനുസരിച്ച് ഈ പ്രത്യേക വസ്തു, പ്രത്യേക വ്യക്തി ചേർന്ന് വരുമ്പോൾ ഞാൻ പറയുന്നു എനിക്കിഷ്ടമായി. അതുകൊണ്ടാണല്ലോ വിവാഹത്തോട് ബന്ധപ്പെട്ട് ചെറുക്കൻ പെണ്ണിനെയും പെണ്ണ് ചെറുക്കനെയും ഒക്കെ കാണുമ്പോൾ ആദ്യം ഇഷ്ടപ്പെട്ടോ എന്നാണ് നോക്കുന്നത്. ഈ ചെറുക്കൻ പെണ്ണിനെ കണ്ടേച്ച് തിരിച്ചു വരുമ്പോൾ അമ്മ
ചെറുക്കനോട് ചോദിക്കുന്നത് മോനെ ഇഷ്ടപ്പെട്ടോന്നാ. അവൻ ഇഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടമെന്ന് പറയുന്നത് വിവാഹത്തിൽ വേണ്ടതാണ്. പക്ഷേ അത് വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം മാത്രമാണ്. പക്ഷേ ഇഷ്ടത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് ആ വിവാഹബന്ധം പോകണം. ഞാൻ ഈ ഇഷ്ടത്തെയും സ്നേഹത്തെക്കുറിച്ചും പറയുമ്പോൾ ഒരു വാഹനത്തിൻ്റെ ഗിയറുകളോടാണ് ഇതിനെ ഞാൻ ഉപമിക്കുന്നത്. നമുക്കറിയാം, വാഹനങ്ങൾക്ക് ഫസ്റ്റ് ഗിയറുണ്ട്, സെക്കൻഡ് ഗിയറുണ്ട്, തേർഡ് ഗിയറുണ്ട്, ഫോർത്ത് ഗിയറുണ്ട്, ടോപ്പ് ഗിയറുകളുണ്ട്. വാഹനത്തിൻ്റെ സ്പീഡിനനുസരിച്ച് ഈ ഗിയറുകൾ മാറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ വാഹനത്തിന് വേണ്ടുന്ന വേഗതയ്ക്കനുസരിച്ച് ഗിയറുകൾ മാറ്റുന്നു. ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഒരു വാഹനം നീക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് ചലിപ്പിച്ച് തുടങ്ങാനുള്ള ഗിയറാണ്. ഇതുപോലെ ഭാര്യാഭർത്തൃ ബന്ധം ജീവിതമാകുന്ന നിരത്തിൽ ഒന്ന് ചലിപ്പിച്ച് തുടങ്ങാൻ, നീക്കി തുടങ്ങാൻ പരസ്പരം ഇഷ്ടം വേണം. പക്ഷേ ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്കും തേർഡ് ഗിയറിലേക്കും ടോപ്പ് ഗിയറുകളിലേക്കും പോകുന്നത് പോലെ ഭാര്യാഭർത്തൃ ഇഷ്ടം സ്നേഹത്തിലേക്ക് വളരേണ്ടതാണ്. ഇനി രണ്ടാമത്തെ കുടുംബനാഥയുടെ സംശയം എന്തായിരുന്നു? ഒരു മകനോ മകൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കോ തന്നെ തോന്നുന്ന തോന്നലുകൾ എങ്ങനെയാണ് ദൈവഹിതമാണോ അല്ലയോ എന്നറിയുന്നത്? ഈ കുടുംബനാഥ വളരെ വ്യക്തമായിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ, അവൾ ആ ക്രൈസ്തവ യുവാവിനെ പരിചയപ്പെട്ടു, അവനെയാണ് വിവാഹം കഴിക്കേണ്ടെന്ന് ദൈവം തോന്നിപ്പിച്ചതായിരിക്കില്ലേ? എങ്ങനെയാ ഒരാൾക്കുണ്ടാവുന്ന, പ്രത്യേകിച്ച് പക്വതയില്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന തോന്നലുകൾ ദൈവഹിതമാണോ അല്ലയോ എന്നറിയുന്നത്? നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ യൗവനത്തിലേക്ക് എത്തിയപ്പോൾ നമ്മളെങ്ങനെ തിരിച്ചറിഞ്ഞ്? മാതാപിതാക്കൾ വഴി. നീ അങ്ങോട്ട് പോ, നീ അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരുന്നതാ ശരി, അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, അത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ചെയ്യുന്നത് ശരിയാണ് എന്നൊക്കെ നമ്മളോട് പറഞ്ഞതാരാ? മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആഗ്രഹമാണോ ഒരു കാര്യം അല്ലയോ എന്ന് തിരിച്ചറിഞ്ഞത് മാതാപിതാക്കളുടെ സ്വരത്തിലൂടെയായിരുന്നു, മാതാപിതാക്കളുടെ വാക്കുകളിലൂടെയായിരുന്നു. അപ്പോൾ ഒരു തോന്നൽ ദൈവഹിതമാണോ അല്ലയോ എന്ന് അറിയാനുള്ള ആദ്യത്തെ വഴി മാതാപിതാക്കളുടെ തീരുമാനം തന്നെയാണ്. മാതാപിതാക്കളിലൂടെ വരുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളായിട്ട് എടുക്കുന്ന പരമ്പരാഗത രീതി നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ കേട്ടിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് മക്കൾ മാതാപിതാക്കളെ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പലരെയും കേൾക്കുന്നുണ്ട്, പലതിനെയും ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ മാതാപിതാക്കളെ കേൾക്കാതെ പോകുന്നത് കൊണ്ട് അപകടത്തിൽപ്പെടുന്ന കുട്ടികളും യുവജനങ്ങളും ഏറെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമാണോ ഒരു തോന്നൽ എന്ന് അറിയാനുള്ള ആദ്യത്തെ വഴി ഈ കാര്യത്തെ മാതാപിതാക്കൾ എങ്ങനെ കാണുന്നു എന്നതാണ്. മാതാപിതാക്കളുടെ വാക്കുകളിലൂടെ, അവരുടെ തീരുമാനത്തിലൂടെ ദൈവത്തിൻ്റെ നിശ്ചയത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനിയും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ തന്നെ മുതിർന്ന ആളുകൾ, വല്യപ്പന്മാരായിരിക്കാം, വല്യമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ പ്രായം ചെന്ന ആൻറ്റിമാരായിരിക്കാം, അങ്കിളുമാരായിരിക്കാം, അപ്പാപ്പന്മാരായിരിക്കാം, ഇളയമ്മമാരായിരിക്കാം. ഇവരൊക്കെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോയപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടവരും അത് മനസ്സിലാക്കിയവരും ജീവിച്ചവരുമൊക്കെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം തന്നെ നിന്ന് ഈ മകൻ്റെ, ഈ മകളുടെ ഒരു തോന്നൽ ദൈവനിശ്ചയമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് കുടുംബത്തിലെ മുതിർന്നവരുടെ വാക്കുകൾ അത് ദൈവഹിതമാണോ അല്ലയോ എന്ന് ഒരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ നമുക്ക് സഹായകമായ വാക്കുകളാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റാതെ വരുന്നു. തൻ്റെ മകൻ, മകൾ
ഒരു ചോദ്യം തൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതെ വെപ്രാളപ്പെടുന്ന ആളുകൾ. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, എല്ലാ തോന്നലുകളും ദൈവഹിതങ്ങളല്ല. തോന്നലുകൾ ദൈവനിശ്ചയമാണോ എന്നറിയാൻ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. തോന്നലുകൾ ദൈവനിശ്ചയമാണോ എന്നറിയാൻ കുടുംബത്തിലെ അനുഭവമുള്ള മുതിർന്നവരെ ശ്രദ്ധിക്കണം, അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. തോന്നലുകൾ ദൈവഹിതമാണോ നിശ്ചയമാണോ എന്നറിയാൻ ഗുരുക്കന്മാരുടെ സ്വരം ശ്രവിക്കണം, ആധ്യാത്മിക പിതാക്കന്മാരെ ശ്രദ്ധിക്കണം, ആധ്യാത്മികതയിൽ വളർത്തിയിട്ടുള്ള സന്യസ്തരെ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ഒരു ചോദ്യം ഈ കുടുംബനാഥ ചോദിച്ചത് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. എന്തായിരുന്നു ചോദ്യം? അക്രൈസ്തവരും ദൈവമക്കളല്ലേ? തൻ്റെ മകൾ തൻ്റെ ജീവിത പങ്കാളിയായി കണ്ടെത്തിയിരിക്കുന്ന ഒരു അക്രൈസ്തവ യുവാവിനെയാണ്. ആ യുവാവും ദൈവമകനല്ലേ എന്നാ സംശയമല്ലോ ഉണ്ടോ? എന്നെ ഒത്തിരിയേറെ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായ കാര്യമാണ്, നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്. പക്ഷേ ഞാൻ എടുത്തു പറഞ്ഞേ മതിയാവൂ, ക്രൈസ്തവൻ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1-ാം ലേഖനം 12-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. ശ്ലീഹ പറയുകയാ കോറിന്തോസുകാരോട്, അതുവഴി നമ്മളോടും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ദൈവമക്കളാണ്. പക്ഷേ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പുണ്ട്. ഇതെല്ലാവരും അംഗീകരിച്ചേ മതിയാവൂ, ക്രൈസ്തവർ പ്രത്യേകിച്ച് മനസ്സിലാക്കിയേ മതിയാവൂ. ഒരു ക്രിസ്തീയ യുവാവിൻ്റെ, ക്രിസ്തീയ യുവതിയുടെ തിരഞ്ഞെടുപ്പ് എന്താ? സഭയുടെ ശിരസായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരാനുള്ള തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് നടക്കുന്നത്? മാമോദീസ സ്വീകരിക്കുമ്പോൾ. ഇതിൻ്റെ സാങ്കത്യം എന്താ? നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തിരുമനസ്സായപ്പോൾ അവിടത്തേക്ക് മനുഷ്യ ശരീരം സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ഈശോ തൻ്റെ മനുഷ്യ ശരീരം സ്വീകരിച്ചത് കന്യകാമറിയത്തിൽ നിന്നാണ്. പക്ഷേ കന്യകാമറിയത്തിൽ നിന്ന് അവിടുന്ന് സ്വീകരിച്ച ആ മനുഷ്യ ശരീരത്തിന് 33 വർഷത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഈ 33 വർഷം പോരല്ലോ തൻ്റെ ദൗത്യം നിർവഹിക്കാൻ. ലോകത്തിൻ്റെ അവസാനം വരെ ഈശോയ്ക്ക് തൻ്റെ രക്ഷാകര ദൗത്യം, ദൈവരാജ്യ പ്രഘോഷണം ഇഹലോകത്തിൽ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് എന്ത് ചെയ്തു? രണ്ടാമതൊരു ശരീരത്തെ തിരഞ്ഞെടുത്തു. അതാണ് അവിടുത്തെ മൗതിക ശരീരമായ സഭയായ ശരീരം. പൗലോസ്ലീഹ പറയുന്നതിൻ്റെ അർത്ഥം അതാ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളും അത്ര എന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അക്രൈസ്തവരായ മറ്റ് ദൈവമക്കളിൽ നിന്ന് അവന് പ്രത്യേകമായി ദൈവം കൊടുത്ത വിളി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരാനുള്ള വിളിയാണ്. ഇത് പ്രത്യേക വിളിയാണ്. അതുകൊണ്ട് ഈ വിളിയിലും ഈ ബന്ധത്തിലും വളരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലേക്ക് പോകുമ്പോൾ ക്രൈസ്തവരുമായിട്ട് മാത്രമേ വിവാഹബന്ധം പാടുള്ളൂ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും ദൈവമക്കളാണ്. പക്ഷേ ക്രൈസ്തവൻ മാമോദീസ എന്ന കൂദാശയിലൂടെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ യുവജനങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഒക്കെ ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിവിടെ
3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പുരാതനമായ കത്തോലിക്ക കുടുംബമാണ് എൻ്റേത്. എൻ്റെ വീട്ടുപേര് കൊല്ലമാപ്പറമ്പിലാണ്. എൻ്റെ പേര് ടോമി, എൻ്റെ ഭാര്യയുടെ പേര് എൽസി. ഞങ്ങൾ താമസിക്കുന്നത് ആലുവ സെൻറ്റ് ഡൊമിനിക് ദേവാലയത്തിൻ്റെ ചർച്ചോട് ഈസ്റ്റ് ഭാഗത്താണ് താമസിക്കുന്നത്. 81 മെയ് 31-ാം തീയതിയായിരുന്നു എൻ്റെ വിവാഹം. ഞങ്ങൾക്ക് 4 മക്കളുണ്ടായി. മക്കൾ ദൈവം തന്നതായിരുന്നു. 4 പെൺമക്കളായിരുന്നു. മൂത്ത ആൾ ഫെസി, രണ്ടാമത്തെ ആൾ റോസ്മേരി, മൂന്നാമത്തെ ആൾ മെറീൻ, നാലാമത്തെ ആൾ മരിയ. 4 പേരും നല്ല ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച് നല്ല നിലയിലെത്തിച്ച് ആലുവയുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ അവരെ 4 കല്യാണം ആലോചിച്ച് കെട്ടിക്കുകയും അവർ ഭംഗിയായി കുടുംബജീവിതം നടക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് റോസ്മേരി, ഞാൻ 2ാമത്തെ മോളാണ്. ഞാനിവിടെ ആലുവയിൽ ലോക്ടെക്സിൽ എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 പെൺമക്കളാണ്. എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. എനിക്കും ഇതുപോലെ പ്രേമിക്കാൻ ഒരുപാട് സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും അതിൽ നിന്നൊക്കെ പിന്തിരിയാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്നേഹവും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപദേശമൊക്കെയാണ്. എന്തും തുറന്ന് പറയാനുള്ളൊരു ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതുകൊണ്ട് എന്തും ഞങ്ങൾക്ക് പറയാം. അതുകൊണ്ട് അവർ ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുകയും അതിന് ഞങ്ങൾക്ക് നല്ല ഉപദേശങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിലൊരു കുടുംബത്തിൽ നിന്നൊരു ബന്ധവും കിട്ടി. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ നന്നായി ജീവിക്കുന്നു. എൻ്റെ പേര് മരിയ, ഞാൻ 4ാമത്തെ പുത്രിയാണ്. എന്നെ കെട്ടിച്ചിരിക്കുന്നത് അശോകപുരമാണ്. ഞാൻ പഠിച്ചിരുന്നത് M.Com ഫിനാൻസ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിതിൻ. ചേട്ടൻ ടെലികോം ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പപ്പയും മമ്മിയും വളരെ സ്നേഹമുള്ളവരാണ്. അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഉപദേശിച്ച് തെറ്റായ മാർഗത്തിൽ ചെന്ന് ചാടാതെ വളരെ പ്രാർത്ഥനകളെല്ലാം പറഞ്ഞു തന്ന് നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പപ്പേനെയും മമ്മീനെയും വിഷമപ്പെടുത്താത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ഞങ്ങൾക്കൊരു നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നു. എൻ്റെ പേര് മെറിൻ. എന്നെ കെട്ടിച്ചേർന്നത് കളമശ്ശേരിയിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബിജു. എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറയുന്നത് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അത് ആർക്കും ഉണ്ടാവാതിരിക്കാൻ വഴിയൊന്നുമില്ല. എല്ലാവരും തന്നെ അട്രാക്ഷനെങ്കിലും എല്ലാവർക്കും തോന്നുമായിരിക്കും. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു പ്രണയത്തിൻ്റെ പേരും പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ വിട്ട് ഒരിക്കലും നമ്മൾ പോകരുത്. നമുക്ക് എത്ര അങ്ങനെ പ്രണയം ഉണ്ടായാലും നമ്മുടെ വീട്ടിൽ സ്നേഹവും പരിഗണനയും പരിലാളനയും ഒക്കെ ഉണ്ടെങ്കിൽ മാതൃകാപരമായൊരു കുടുംബത്തിൽ നമുക്ക് സ്നേഹവും പരിഗണനയൊക്കെ ലഭിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പോവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് സ്നേഹവും പരിഗണനയും പരിലാളനയും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതുവരെ വീണ് പോയിട്ടില്ല. എൻ്റെ സഹോദരിമാരാണെങ്കിലും അങ്ങനെ തെറ്റായി പോകേണ്ടി ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങളെ നല്ല രീതിയിൽ കെട്ടിച്ചു വിടാനും നല്ല ജീവിതം നയിക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങൾ 4 പേരും എല്ലാം തുറന്ന് സംസാരിക്കുന്നവരാണ്. എന്ത് വിശേഷങ്ങളുണ്ടായാലും എന്ത് തെറ്റായ കാര്യങ്ങളുണ്ടായാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതുകൊണ്ട് അപ്പോൾ അവരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മാത്രമല്ല സഹോദരിമാരിൽ നിന്നും കിട്ടുന്ന ഉപദേശവും ഒരു പരിധിയോളം നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഫെസി ജോജോ. ഞാൻ ഇവിടുത്തെ മൂത്ത പുത്രിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോജോ ജോസഫ്. ഇവിടെ അടുത്ത് UC കോളേജ് അടുത്ത് മറിയപ്പടി എന്ന സ്ഥലത്താണ് കെട്ടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരു പെൺകുട്ടി ഒരു ആൺകൊച്ചും. പെൺകുട്ടി 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ആൺകൊച്ചിന് 2 വയസ്സാണ്. ഞങ്ങൾ പഞ്ചാബ് മലോട്ട് എന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. മൂത്ത പുത്രി എന്ന നിലയിൽ അനിയത്തിമാരെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞ് മനസ്സിലാക്കാനും നേരെ നടത്താനും ഉപദേശം കൊടുക്കാനും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം എന്ന് പറയുന്നത് നല്ലൊരു മാതൃകാപരമായ ലൈഫായിരുന്നു.
പപ്പ കുടിക്കില്ല, വലിക്കില്ല, യാതൊരു ദുശീലങ്ങളും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി തന്നെ പല കാര്യങ്ങളും പിന്നീട് പപ്പയും മമ്മിയും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പപ്പയ്ക്ക് ഈ ഫിലിം കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നപ്പോൾ അതൊക്കെ കുറച്ചു. അതുപോലെ പല കാര്യങ്ങളും അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ലൈഫ് ഞങ്ങൾക്ക് എന്നും പ്രചോദനവും അവരെ പോലെ ജീവിക്കാനുള്ള മാതൃകാപരമായ ജീവിതവുമായിരുന്നു. അതേപോലെ തന്നെ മമ്മിയുടെ അടുത്താണ് കൂടുതൽ ഞങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കാറ്. മമ്മി അതേപോലെ ഫ്രണ്ട്ലി ആയിരുന്നു. എന്ത് സങ്കടം ഉണ്ടായാലും അതിന് തക്കതായ സൊല്യൂഷൻസ് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിപ്പിക്കുമായിരുന്നു. പപ്പ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിരുന്നു. അതുപോലെ തന്നെ അവർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുമായിരുന്നു. പ്രാർത്ഥന കമ്പൽസറി ആയിട്ട് എത്തിക്കുമായിരുന്നു. പ്രാർത്ഥന എത്തിക്കാത്ത ദിവസം പപ്പ പണിഷ്മെൻറ്റും തരാറുണ്ടായിരുന്നു. അതേപോലെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് എത്തിക്കാറ്. ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കാറ്. അതുപോലെ തന്നെ ഞങ്ങൾ വർത്തമാനം കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനും പപ്പയും മമ്മിയും ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വർത്തമാനവും കളിയും ചിരിയും തമാശയും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ സപ്പോർട്ടും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവരെന്നും സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കാനും അവർ അതിയായി ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം അനുഗ്രഹിച്ച് നല്ല ജീവിത പങ്കാളിയാണ് കിട്ടിയിരുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്നാണ് കുടുംബങ്ങളെ രൂപപ്പെടുത്തിയത് എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇന്നത്തെ ലോകത്തിൽ വിവാഹത്തിലേക്ക് പോകുന്ന യുവജനങ്ങൾ പലപ്പോഴും അവിടുന്ന് ആഗ്രഹിക്കാത്ത തീരുമാനങ്ങളിലേക്ക് പോകാനിടയാകുന്നു. കർത്താവായ ഈശോയെ, ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ്. പക്ഷേ ഇഷ്ടപ്പെടുന്നവരെ എല്ലാവരെയും വിവാഹം കഴിക്കാനാവില്ല. ഇഷ്ടം സൗഹൃദ ബന്ധത്തിന് സഹായകമാണ്. യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നയാളെ ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വരേണ്ടത് എന്നുള്ള ബോധ്യം യുവജനങ്ങൾക്ക് നൽകണമേ. ഇഷ്ടത്തിൽ തുടങ്ങുന്ന വിവാഹബന്ധം സ്നേഹത്തിൽ എത്തി നിൽക്കണമെന്നുള്ള വലിയ വിചാരം അവരുടെ ഉള്ളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കുണ്ടാകുന്ന തോന്നലുകളെല്ലാം ദൈവഹിതമല്ല. ദൈവഹിതം തിരിച്ചറിയാനുള്ള വഴികൾ ഏതൊക്കെയാണെന്നുള്ള വലിയ ആഴമായ ബോധ്യം മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.